മൈലാഞ്ചിപ്പൂക്കൾ കാലം മായാത്ത സ്നേഹകഥ. പെരുന്നാൾ തലേന്നുള്ള ആ സായാഹ്നം. ആകാശത്ത് മാസപ്പിറവി കാണാനുള്ള തിടുക്കവും കാത്തിരിപ്പും വീടിന്റെ മട്ടുപ്പാവിലും മുറ്റത്തും നിറഞ്ഞിരുന്നു. ദിൽഷാനയുടെ വീട്ടിൽ പെരുന്നാളിന്റെ ആദ്യ ലക്ഷണം വരുന്നത് ഉമ്മ അരച്ചുവെച്ച മൈലാഞ്ചിയുടെ മണത്തിലാണ്. പഴയ അമ്മിക്കല്ലിൽ ഇലകൾ അരയുന്ന ശബ്ദം, ആ പച്ചനിറം കൈകളിൽ പുരട്ടാൻ കാത്തിരിക്കുന്ന ദിൽഷാനയുടെ കൗതുകം, ഇതൊക്കെയായിരുന്നു ആ പെരുന്നാൾ രാവിന്റെ തുടക്കം. വീടിന്റെ ഉമ്മറത്ത് പായ വിരിച്ചിരുന്ന് ഉമ്മ ദിൽഷാനയെ അടുത്തേക്ക് വിളിച്ചു. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പെരുന്നാൾ രാവിൽ ഉമ്മയുടെ കൈയാൽ മൈലാഞ്ചിയിടുക എന്നത് ദിൽഷാനയ്ക്ക് ഒരു അനുഷ്ഠാനം പോലെയായിരുന്നു. ഉമ്മ ദിൽഷാനയുടെ കൈകൾ തന്റെ കൈകളിലേക്ക് ചേർത്തുപിടിച്ചു. ഉമ്മയുടെ വിരലുകൾക്ക് പ്രായത്തിന്റെ വിറയൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും മൈലാഞ്ചി വരയ്ക്കുമ്പോൾ ആ കൈകൾക്ക് ഇപ്പോഴും അത്ഭുതകരമായ വേഗതയും ചാരുതയുമുണ്ട്. ദിൽഷാന തന്റെ കൈപ്പത്തിയിലേക്ക് നോക്കി. മൈലാഞ്ചി തണുപ്പ് ചർമ്മത്തിലേക്ക് പടരുമ്പോൾ അവൾ പഴയ പെരുന്നാളുകളെ ഓർത്തു. അന്ന് ദിൽഷാന ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മൈലാഞ്ചി കഴുകിക്കളഞ്ഞ ശേഷം നിറം കുറവാണെന്ന് പറഞ്ഞ് അവൾ പരാതിപ്പെട്ടിരുന്നതും അപ്പോൾ ഉമ്മ അവളെ വാരിപ്പുണർന്ന് സമാധാനിപ്പിച്ച്. മൈലാഞ്ചിക്ക് നിറം കൂടുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ ആഴം കൊണ്ടാണ് മോളെ എന്ന് പറഞ്ഞതും അവൾക്ക് ഓർമ്മ വന്നു. ഇന്ന് അവൾ വളർന്നു, പക്ഷേ ഉമ്മയുടെ സ്നേഹത്തിന്റെ അളവ് ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഓരോ പാറ്റേണും വരയ്ക്കുമ്പോൾ അവർ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. കുടുംബത്തിലെ വിശേഷങ്ങൾ, അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ, ദിൽഷാനയുടെ ഭാവി സ്വപ്നങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ മൈലാഞ്ചി ചുവപ്പിലേക്ക് അവർ പകർന്നു നൽകി. ഉമ്മ മെല്ലെ ഒരു പഴയ മാപ്പിളപ്പാട്ട് മൂളുന്നുണ്ടായിരുന്നു. ആ ഈണം ആ വീടാകെ നിറഞ്ഞു. സമയം പോയതൊന്നും അവർ അറിഞ്ഞില്ല. ദിൽഷാനയുടെ കൈകളിൽ മൈലാഞ്ചി ഉണങ്ങാൻ തുടങ്ങിയിരുന്നു. ഉമ്മ മെല്ലെ പഞ്ഞി ഉപയോഗിച്ച് അതിൽ പഞ്ചസാരയും നാരങ്ങാനീരും ചേർത്ത മിശ്രിതം പുരട്ടി. ആ കരുതൽ കണ്ടപ്പോൾ ദിൽഷാനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രാത്രി വൈകി, വീട്ടിലെ മറ്റുള്ളവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ദിൽഷാനയും ഉമ്മയും മാത്രം ഉമ്മറത്ത് മൗനത്തിൽ ഇരുന്നു. മൈലാഞ്ചിയുടെ മണം ആ രാത്രിയെ കൂടുതൽ സുഗന്ധപൂരിതമാക്കി. ദിൽഷാന ഉമ്മയുടെ മടിയിലേക്ക് തലചായ്ച്ചു. ഉമ്മ അവളുടെ തലമുടിയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. സ്നേഹത്തിന്റെ ഭാഷയ്ക്ക് വാക്കുകൾ ആവശ്യമില്ലെന്ന് അവർ അപ്പോൾ അറിഞ്ഞു. ഉമ്മ മെല്ലെ അവളോട് പറഞ്ഞു, ജീവിതത്തിൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാലും ഈ മൈലാഞ്ചി ചുവപ്പ് പോലെ നമ്മുടെ സ്നേഹവും എപ്പോഴും തെളിഞ്ഞു നിൽക്കണം. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഉമ്മ ദിൽഷാനയുടെ കൈകൾ ശ്രദ്ധാപൂർവം കെട്ടിവെച്ചു. പെരുന്നാൾ നമസ്കാരത്തിനു മുമ്പ് ഇത് കഴുകുമ്പോൾ ഉമ്മ പറഞ്ഞതുപോലെ കടും ചുവപ്പ് നിറം ലഭിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ദിൽഷാന ഉമ്മയെ ചേർത്തു പിടിച്ചു കിടന്നു. ആ രാത്രി അവൾ ഒരുപാട് സ്വപ്നം കണ്ടു, മായാത്ത മൈലാഞ്ചി നിറവും ആ സ്നേഹത്തിന്റെ ഊഷ്മളതയും. പുലർച്ചെ പെരുന്നാൾ നമസ്കാരത്തിന്റെ വിളി കേട്ടാണ് ദിൽഷാന എഴുന്നേറ്റത്. അവൾ മെല്ലെ കൈകളിലെ കെട്ടുകൾ അഴിച്ചുമാറ്റി. കൈകളിൽ നോക്കിയ അവൾ അത്ഭുതപ്പെട്ടുപോയി. സൂര്യകാന്തിപ്പൂവിനേക്കാൾ മനോഹരമായ കടുംചുവപ്പ് നിറം അവളുടെ കൈകളിൽ പൂത്തുനിൽക്കുന്നു. അത് വെറുമൊരു മൈലാഞ്ചി നിറമായിരുന്നില്ല, ഉമ്മയുടെ അധ്വാനത്തിന്റെയും കരുതലിന്റെയും ആഴമേറിയ മാപ്പിളപ്പാട്ട് ഈണത്തിൽ മൈലാഞ്ചി വിശേഷം. മാസപ്പിറവി കണ്ടൊരു നാളിൽ. മനസ്സിൽ നിറഞ്ഞു പെരുന്നാൾ പുലരിയിൽ. ഉമ്മ തൻ കൈയാൽ മൈലാഞ്ചി ഇട്ടു. ഉള്ളം തണുത്തു, സുഗന്ധം പരന്നു. മൈലാഞ്ചിപ്പൂക്കൾ വിടർന്നൊരു രാവിൽ. മൈലാഞ്ചിപ്പൂക്കൾ വിടർന്നൊരു രാവിൽ. അമ്മിക്കല്ലിൽ ഇലേറിയുന്നേ. അമ്മ തൻ കൈകൾ മൊഞ്ചുതരുന്നേ. പച്ച നിറം വന്ന് കൈപ്പത്തി തന്നിൽ. ചോര നിറമായി മാറുമ്പോൾ മോളെ. ഉമ്മ തൻ സ്നേഹം പകരുകയായി. സന്തോഷത്തിന്റെ പെരുന്നാൾ രാവുകൾ, ദിൽഷാനയും ഉമ്മയും. ഒരുക്കങ്ങളുടെ നാളുകൾ. പെരുന്നാൾ വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ദിൽഷാനയുടെ വീട്ടിൽ ആകെ ഒരു ഉത്സവം പോലെയാണ്. പെട്ടിയിൽ നിന്ന് ഉമ്മ എടുത്തുവെച്ച പുത്തൻ ഉടുപ്പുകൾ ദിൽഷാന ഓരോന്നായി എടുത്തു നോക്കുന്നു. അത് അവളുടെ കണ്ണുകളിൽ വലിയൊരു തിളക്കമാണ് ഉണ്ടാക്കുന്നത്. ഉമ്മ, ഈ ഉടുപ്പ് ഇടുമ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കറങ്ങുന്നു. ഉമ്മയുടെ കൈകളിലെ സ്നേഹം നിറച്ച തുന്നലുകളാണ് ആ ഉടുപ്പിന് കൂടുതൽ ഭംഗി നൽകുന്നത്. കൂട്ടുകാരുമൊത്തുള്ള കളികൾ. പെരുന്നാൾ തലേന്നുള്ള ഉച്ചസമയം. ദിൽഷാന തന്റെ കൂട്ടുകാരികളെ വിളിക്കാൻ പോകുന്നു. പറമ്പിലെ പുൽത്തകിടിയിലും മുറ്റത്തും അവർ ഓടിക്കളിക്കുന്നു. ചിരിയും കളിയും കൊണ്ട് വീടിന്റെ പരിസരം നിറയുന്നു. കളി കഴിഞ്ഞ് വിയർത്തുകുളിച്ച് വീട്ടിലെത്തുമ്പോൾ ഉമ്മ സ്നേഹത്തോടെ തരുന്ന തണുത്ത പാനീയവും ഭക്ഷണവും, അതൊരു പെരുന്നാൾ കാലത്തിന്റെ മധുരമാണ്. കുറച്ചു നേരം ഓടി നടന്നോ മോളെ,
പക്ഷേ പെരുന്നാൾ ദിവസം ഇതുപോലെ അല്ലല്ലോ എന്ന് ഉമ്മ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആ രാവിന്റെ മാന്ത്രികത. രാത്രിയായി. ദിൽഷാനയും ഉമ്മയും ഉമ്മറത്തു വന്നിരിക്കുന്നു. ആകാശത്ത് മാസപ്പിറവി കാണാനുള്ള തിരച്ചിലാണ്. ദിൽഷാനയുടെ കൈകളിൽ ഉമ്മ മൈലാഞ്ചിയിടാൻ തുടങ്ങുന്നു. ഇന്നത്തെ കാലത്തെ തിരക്കിനിടയിലും ഉമ്മ മകൾക്കായി സമയം കണ്ടെത്തുന്നു. മൈലാഞ്ചി ചുവപ്പിലേക്ക് പടരുമ്പോൾ ദിൽഷാന ഉമ്മയുടെ മടിയിൽ കിടന്ന് കഥകൾ പറയുന്നു. തന്റെ പുതിയ ഉടുപ്പിനെക്കുറിച്ചും നാളെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അവൾ വാതോരാതെ സംസാരിക്കുന്നു. ഉമ്മയുടെ വിരലുകൾ ദിൽഷാനയുടെ മുടിയിൽ മെല്ലെ തലോടിക്കൊണ്ടിരിക്കുന്നു. പെരുന്നാൾ പുലരിയും സന്തോഷവും. പുലർച്ചെ. ദിൽഷാന പുത്തൻ ഉടുപ്പ് ധരിച്ച് ഉമ്മയുടെ അരികിലേക്ക് വരുന്നു. അവളുടെ കൈകളിലെ മൈലാഞ്ചി പൂക്കൾ അതിമനോഹരമായി ചുവന്നുതുടുത്തിരിക്കുന്നു. ഉമ്മ അവളെയൊന്ന് ചുറ്റിപ്പിടിച്ച് ഉമ്മ നൽകുന്നു. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം അവർ പള്ളിയിൽ പോകുന്നു. തിരിച്ചുവന്ന് കൂട്ടുകാരുമൊത്ത് വീണ്ടും കളികളിൽ മുഴുകുന്ന ദിൽഷാനയെ നോക്കി ഉമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നു. സന്ധ്യയാകുമ്പോൾ എല്ലാവരും പോയിക്കഴിഞ്ഞ് അവർ വീണ്ടും ഉമ്മർത്ത് ഇരിക്കുന്നു. പെരുന്നാളിന്റെ സന്തോഷം നിറഞ്ഞ ആ ദിവസത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ദിൽഷാന ഉമ്മയുടെ കൈകളിൽ ചേർത്തുപിടിച്ചു പറയുന്നു, ഈ പെരുന്നാൾ രാവുകൾ ഇനിയും വരണം ഉമ്മ. ഉമ്മയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ. പെരുന്നാളിന്റെ ചുവപ്പ് നിറം അവരുടെ സ്നേഹത്തിന്റെ നിറമായി ആ രാത്രിയിലും മങ്ങിപ്പോകാതെ നിൽക്കുന്നു. സന്തോഷത്തിന്റെ പെരുന്നാൾ രാവുകൾ. ദിൽഷാനയും ഉമ്മയും. ഒരുക്കങ്ങളുടെ നാളുകൾ. പെരുന്നാൾ വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. ദിൽഷാനയുടെ വീട്ടിൽ ആകെ ഒരു ഉത്സവം പോലെയാണ്. പെട്ടിയിൽ നിന്ന് ഉമ്മ എടുത്തുവെച്ച പുത്തൻ ഉടുപ്പുകൾ ദിൽഷാന ഓരോന്നായി എടുത്തു നോക്കുന്നു. അത് അവളുടെ കണ്ണുകളിൽ വലിയൊരു തിളക്കമാണ് ഉണ്ടാക്കുന്നത്. ഉമ്മ, ഈ ഉടുപ്പ് ഇടുമ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കറങ്ങുന്നു. ഉമ്മയുടെ കൈകളിലെ സ്നേഹം നിറച്ച തുന്നലുകളാണ് ആ ഉടുപ്പിന് കൂടുതൽ ഭംഗി നൽകുന്നത്. കൂട്ടുകാരുമൊത്തുള്ള കളികൾ. പെരുന്നാൾ തലേന്നുള്ള ഉച്ചസമയം. ദിൽഷാന തന്റെ കൂട്ടുകാരികളെ വിളിക്കാൻ പോകുന്നു. പറമ്പിലെ പുൽത്തകിടിയിലും മുറ്റത്തും അവർ ഓടിക്കളിക്കുന്നു. ചിരിയും കളിയും കൊണ്ട് വീടിന്റെ പരിസരം നിറയുന്നു. കളി കഴിഞ്ഞ് വിയർത്തുകുളിച്ച് വീട്ടിലെത്തുമ്പോൾ ഉമ്മ സ്നേഹത്തോടെ തരുന്ന തണുത്ത പാനീയവും ഭക്ഷണവും അതൊരു പെരുന്നാൾ കാലത്തിന്റെ മധുരമാണ്. കുറച്ചു നേരം ഓടി നടന്നോ മോളെ, പക്ഷേ പെരുന്നാൾ ദിവസം ഇതുപോലെ അല്ലല്ലോ എന്ന് ഉമ്മ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആ രാവിന്റെ മാന്ത്രികത. രാത്രിയായി. ദിൽഷാനയും ഉമ്മയും ഉമ്മറത്തു വന്നിരിക്കുന്നു. ആകാശത്ത് മാസപ്പിറവി കാണാനുള്ള തിരച്ചിലാണ്. ദിൽഷാനയുടെ കൈകളിൽ ഉമ്മ മൈലാഞ്ചിയിടാൻ തുടങ്ങുന്നു. ഇന്നത്തെ കാലത്തെ തിരക്കിനിടയിലും ഉമ്മ മകൾക്കായി സമയം കണ്ടെത്തുന്നു. മൈലാഞ്ചി ചുവപ്പിലേക്ക് പടരുമ്പോൾ ദിൽഷാന ഉമ്മയുടെ മടിയിൽ കിടന്ന് കഥകൾ പറയുന്നു. തന്റെ പുതിയ ഉടുപ്പിനെക്കുറിച്ചും നാളെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അവൾ വാതോരാതെ സംസാരിക്കുന്നു. ഉമ്മയുടെ വിരലുകൾ ദിൽഷാനയുടെ മുടിയിൽ മെല്ലെ തലോടിക്കൊണ്ടിരിക്കുന്നു. പെരുന്നാൾ പുലരിയും സന്തോഷവും. പുലർച്ചെ. ദിൽഷാന പുത്തൻ ഉടുപ്പ് ധരിച്ച് ഉമ്മയുടെ അരികിലേക്ക് വരുന്നു. അവളുടെ കൈകളിലെ മൈലാഞ്ചി പൂക്കൾ അതിമനോഹരമായി ചുവന്നുതുടുത്തിരിക്കുന്നു. ഉമ്മ അവളെയൊന്ന് ചുറ്റിപ്പിടിച്ച് ഉമ്മ നൽകുന്നു. പെരുന്നാൾ നമസ്കാരത്തിനു ശേഷം അവർ പള്ളിയിൽ പോകുന്നു. തിരിച്ചുവന്ന് കൂട്ടുകാരുമൊത്ത് വീണ്ടും കളികളിൽ മുഴുകുന്ന ദിൽഷാനയെ നോക്കി ഉമ്മ സന്തോഷത്തോടെ ഇരിക്കുന്നു. സന്ധ്യയാകുമ്പോൾ എല്ലാവരും പോയിക്കഴിഞ്ഞ് അവർ വീണ്ടും ഉമ്മർത്ത് ഇരിക്കുന്നു. പെരുന്നാളിന്റെ സന്തോഷം നിറഞ്ഞ ആ ദിവസത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ദിൽഷാന ഉമ്മയുടെ കൈകളിൽ ചേർത്തുപിടിച്ചു പറയുന്നു, ഈ പെരുന്നാൾ രാവുകൾ ഇനിയും വരണം ഉമ്മ. ഉമ്മയുടെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ. പെരുന്നാളിന്റെ ചുവപ്പ് നിറം അവരുടെ സ്നേഹത്തിന്റെ നിറമായി ആ രാത്രിയിലും മങ്ങിപ്പോകാതെ നിൽക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവുചെയ്ത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.